നമസ്കാരം. കോട്ടയം ജില്ലയിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം കൂട്ടിയിടിച്ച് അപകടം. എരുമേലിയിലും കണമലയിലുമാണ് അപകടമുണ്ടായത്. കണമല അട്ടിവളവിലാണ് ചരക്ക് ലോറിയും KSRTC ബസും തീർത്ഥാടക ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എരുമേലി ശബരിമല പാതയിൽ കണമല ഇറക്കത്തിൽ ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത്. പമ്പയിൽ നിന്നും എരുമേലിക്ക് വരികയായിരുന്ന തീർത്ഥാടകരുടെ ബസും പമ്പയിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും പമ്പയിലേക്ക് കരിക്കുമായി പോവുകയായിരുന്ന ചരക്ക് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. തീർത്ഥാടകരുടെ ബസിന്റെ പിൻഭാഗത്തും KSRTC ബസിന്റെ മധ്യഭാഗവും തീർത്തുമാണ് ചരക്ക് ലോറി ഇടിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എരുമേലിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം എരുമേലി റൂട്ടിൽ കണ്ണിമലയിലാണ് മറ്റൊരു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബൈക്ക് ശബരിമല തീർത്ഥാടക വാഹനത്തിൽ ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഒരു യുവാവ് മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. മഞ്ഞളരുവി പാലക്കൽ വർഗീസിന്റെ മകൻ ജെറിനാണ് മരിച്ചത്. വടകരയോലിൽ തോമസിന്റെ മകൻ നോബിളിന് പരിക്കേറ്റു. ഇന്ന് വൈകിട്ട് 4 മണിയോടെ എരുമേലി റൂട്ടിൽ കണ്ണിമലയിലായിരുന്നു അപകടം. മടമ്പടി എസ് വളവിനും സ്കൂളിനും ഇടയിൽ ചെറിയ വളവിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. യുവാക്കൾ മുണ്ടകയത്ത് നിന്നും മഞ്ഞളരുവി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സിലാണ് സ്കൂട്ടർ ഇടിച്ചത്. അപകട സ്ഥലത്ത് തന്നെ ജെറിൻ മരണപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. നോബിൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതേസമയം കഴിഞ്ഞ ഒക്ടോബറിലും കണമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 30ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. കർണാടകയിൽ നിന്ന് ശബരിമലയിലേക്ക് വരികയായിരുന്ന തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇറക്കമിറങ്ങി വന്ന വാഹനം അട്ടിവളവിന് സമീപം നിയന്ത്രണം വിട്ട് റോഡിൽ തന്നെ മറിയുകയായിരുന്നു. ക്രാഷ് ബാരിയറിൽ ഇടിച്ച ശേഷമായിരുന്നു എതിർവശത്തെ മൺതിട്ടയിൽ കൂടി ഇടിച്ച് വാഹനം റോഡിൽ വട്ടം മറിഞ്ഞത്. 3 ഡ്രൈവർമാർ ഉൾപ്പെടെ 43 പേരായിരുന്നു അന്ന് ബസ്സിലുണ്ടായിരുന്നത്. അട്ടിവളവിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ നിരവധി ഒരുക്കിയിട്ടും കണമല അട്ടിവളവിലെ അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല. കുത്തനെയുള്ള ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുകയാണ്. പ്രളയത്തിൽ തകർന്ന സമാന്തരപാത സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. വാഹനാപകടങ്ങൾ തുടർ സംഭവമായപ്പോൾ ഇതിന് സമാന്തരമായി എരുത്തോപ്പുഴയിൽ നിന്നും കണമലയിൽ എത്തുന്ന മറ്റൊരു പാത വീതി കൊട്ടി നിർമ്മിച്ചിരുന്നു. വൺ വേ സംവിധാനമടക്കം ഏർപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈ പാത 2021 പ്രളയത്തിൽ തകർന്നു. ഇന്ന് വരെ ഇത് നന്നാക്കാൻ നടപടിയില്ല. ശബരിമല തീർത്ഥാടന കാലത്ത് വലിയ വാഹനത്തിരക്കാണ് എരുമേലി കണമല പാതയിൽ ഉണ്ടാകുക. സമാന്തര പാത അടിയന്തരമായി പുനർനിർമ്മിച്ചാൽ വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടാനാകും. അതേസമയം ഇന്ന് പെരുമ്പാവൂരിലും വാഹനാപകടത്തിൽ 2 മരണമുണ്ടായി. കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ യാത്രികരായ കോതമംഗലം സ്വദേശികളായ ശിവൻ, ബന്ധു അശ്വതി എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30ഓടെ ആലുവ മൂന്നാർ റൂട്ടിൽ പെരുമ്പാവൂർ കുറുപ്പംപടിയിലാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 4 വയസ്സുകാരൻ ദേവാനന്ദനെ പരിക്കുകളോടെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ മധ്യഭാഗത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കാർ യാത്രികരായ ശിവനും അശ്വതിയും മരണപ്പെട്ടിരുന്നു. മൃതദേഹങ്ങൾ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ദേവാനന്ദന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആലുവയിലെ ആശുപത്രിയിൽ പോയി വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്.